ഇന്ന് നമ്മൾ പൈത്തണിൽ സ്ട്രിങ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ലെഫ്റ്റിൽ പ്രോജക്റ്റിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പൈത്തൺ ഫയൽ എടുക്കണം. ഞാനൊരു പേര് കൊടുക്കുവാണ്, സ്ട്രിങ് EG എന്ന് കൊടുക്കുവാണ്. സ്ട്രിങ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്. പല ക്യാരക്ടേഴ്സ് കൂടി ചേരുമ്പോഴാണ് സ്ട്രിങ് കിട്ടുന്നത്. അപ്പോൾ A ഒരു ക്യാരക്ടറാണ്, B ഒരു ക്യാരക്ടറാണ്, C ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പലതരം ക്യാരക്ടേഴ്സ് കൂടി ചേരുന്നതിനെയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിൽ ഉൾപ്പെടാം. ഞാനിവിടെ സബ്ജക്റ്റ് എന്ന വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ് അസൈൻ ചെയ്യാൻ പോവാണ്. സ്ട്രിങ് എപ്പോഴും അസൈൻ ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിലായിരിക്കണം എഴുതുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എന്ന് പറയുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പ്രിൻ്റ് സബ്ജക്റ്റ് വേരിയബിളിൻ്റെ നെയിം കൊടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് റൺ ചെയ്യുക. എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ സ്ട്രിങ് EG. കണ്ടില്ലേ, നമുക്ക് പൈത്തൺ കോഡിംഗ് എന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എങ്ങനെ മൾട്ടി ലൈൻ സ്ട്രിങ്സ് ഉപയോഗിക്കാമെന്നാണ്. മൾട്ടി ലൈൻ സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ പല ലൈനിൽ നമുക്ക് ടെക്സ്റ്റ് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഇമെയിൽ അയക്കണം. അപ്പോൾ എങ്ങനെ എഴുതും? ഞാനിപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് മൾട്ടി ലൈൻ സ്ട്രിങ് ഇടാൻ പോവാണ്. അതെങ്ങനെയാണ് എഴുതുന്നത്? ഒന്നുകിൽ നിങ്ങൾ 3 ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ 3 സിംഗിൾ കോട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് ചെയ്യുമ്പോഴും 3 ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ 3 സിംഗിൾ കോട്ട്സ്. ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ കോട്ട്സ് എഴുതി കാണിക്കുവാണ്. 3 സിംഗിൾ കോട്ട്സ്. ഇതിനകത്ത് ഞാൻ ഹായ്, ഇങ്ങനെയാണ് മൾട്ടി ലൈൻ സ്ട്രിങ്സ് എഴുതുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഇമെയിൽ. ഇനി റൺ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, ഹായ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ബൈ. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ലൈൻ സ്ട്രിങ്സ് എഴുതുന്നത്. പ്രിൻ്റ് ഫംഗ്ഷൻ പോലെ മറ്റൊരു ഫംഗ്ഷനാണ് ലെൻ ഫംഗ്ഷൻ. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. അതെങ്ങനെയാണ് എഴുതുന്നത്? ലെൻ റൗണ്ട് ബ്രാക്കറ്റിൽ സബ്ജക്റ്റ്. ഇനി നമുക്കിത് കാണണമെങ്കിൽ അത് നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനെ അങ്ങ് പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഇടണം. കണ്ടോ? ഇനി ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ, 13. ഈ പൈത്തൺ കോഡിംഗ് എന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 13 ആണ്. ഈ സ്പേസ് കൂടെ കൗണ്ട് ചെയ്യും. അപ്പം നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അടുത്തതാണ് ഇൻഡെക്സിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും? പൈത്തൺ കോഡിംഗ് എന്ന് പറയുന്നതിൽ PO അല്ലെ YO അല്ലെ NO വല്ലോ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യും? പൈത്തണിലോ അല്ലെ മറ്റ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഒരു സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 അല്ല. ഇവിടെ കാണുന്നത് പോലെ പൈത്തൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ P കിടക്കുന്ന പൊസിഷൻ 0 ആണ്, Y കിടക്കുന്ന പൊസിഷൻ 1, T കിടക്കുന്ന പൊസിഷൻ 2, അങ്ങനെ പോകും. നമുക്കിപ്പം ഈ പൈത്തൺ കോഡിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഒരു ക്യാരക്ടർ വേണം. ഇപ്പം ഫസ്റ്റ് ക്യാരക്ടർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ് പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഫസ്റ്റ് ക്യാരക്ടർ എവിടെയാണ് കിടക്കുന്നത്? 0യിൽ. അപ്പോൾ 0 എന്ന് കൊടുക്കണം. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് എൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ, P കിട്ടി. ഇനിയിപ്പം ഞാനിതിനെ 1 കൊടുത്താൽ Y കിട്ടും. റൺ ചെയ്യുവാണ്, Y. അപ്പം പൊസിഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. നമുക്കിപ്പം വേറൊരു നമ്പർ 4 കൊടുക്കാം. റൺ ചെയ്യുമ്പോൾ O കിട്ടും. അപ്പോൾ 0 1 2 3 4 4th പൊസിഷനിലാണ് O കിടക്കുന്നത്. പക്ഷെ അത് 5th ക്യാരക്ടറാണ്, കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. അടുത്തതാണ് നെഗറ്റീവ് ഇൻഡെക്സിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ ND എന്നുള്ള പൊസിഷനാണ് കാണുന്നത്. അതായത് ഈ GN ID അങ്ങനെ പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഇൻഡെക്സിങ് ആണ്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഇവിടെ Nൻ്റെ ഇൻഡെക്സ് -1 ആണ്, Oയുടെ ഇൻഡെക്സ് -2, Hൻ്റെ ഇൻഡെക്സ് -3, അങ്ങനെ പോകും. ഇപ്പം നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ G കിട്ടണമെങ്കിൽ നമ്മൾ -1 ആണ് അതിൻ്റെ ഇൻഡെക്സ് എൻഡിന്ന് ബിഗിനിങ്ങിലോട്ട് വരുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും? സബ്ജക്റ്റ് ഓഫ് -1 കൊടുക്കും G കിട്ടാൻ വേണ്ടി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, G കിട്ടി. ഇനിയിപ്പം ഞാൻ -2 കൊടുത്താൽ N കിട്ടും. റൺ ചെയ്യുവാണ്, N കിട്ടി. -3 കൊടുത്താൽ
ഇതാണ് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൻ്റെ യൂസേജ്. നമ്മൾ കണ്ടു ഈ പൈത്തൺ കോഡിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 13 ആണെന്ന്. പക്ഷേ ഈ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് എലമെൻ്റായ ജി ഇരിക്കുന്ന പൊസിഷൻ 12 ആണ്. അത് നിങ്ങൾ ഓർത്തോണം. 0 സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അതുകൊണ്ട് ജി ഇരിക്കുന്ന പൊസിഷൻ 12 ആണ്. ലാസ്റ്റ് എലമെൻറ്റ് 12th പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ 13th പൊസിഷനിൽ എന്താണെന്നൊന്ന് നോക്കാം. 13th പൊസിഷൻ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ എന്ത് റിസൾട്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇൻഡെക്സ് എറർ, സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. കാരണം നമുക്ക് 13th പൊസിഷനിൽ എലമെൻ്റ് ഇല്ല. 0 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 12th പൊസിഷനിലാണ് ലാസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പൊസിഷനിങ് പൈത്തണിൽ യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ 14th കൊടുത്താലും ഇതേ എറർ വരും. കാരണം 12th വരെ നമുക്ക് എലമെൻറ്റ്സ് ഉള്ളൂ. പക്ഷേ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 13 ആണ്. അടുത്തതാണ് സ്ലൈസിങ്. ഇപ്പം നമുക്ക് ഈ പൈത്തൺ കോഡിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഏതെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം കിട്ടണം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് പൈത്തൺ കോഡിങ്ങിൻ്റെ ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് വേണം. PYT വേണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കൊടുക്കണം, പിന്നെ എൻഡിങ് പൊസിഷൻ്റെ ഒരു വാല്യൂ കൂട്ടി കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. സബ്ജക്റ്റ് ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. 3 എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയ ലാസ്റ്റ് ക്യാരക്ടറിൻ്റെ പൊസിഷനിൽ നിന്ന് ഒരു വാല്യൂ കൂടെ കൂട്ടിക്കൊടുക്കണം. കാരണം നമുക്ക് 3 ക്യാരക്ടേഴ്സാണ് വേണ്ടത്. പക്ഷേ 3 ക്യാരക്ടേഴ്സ് ഇരിക്കുന്നത് 0, 1, 2 പൊസിഷൻ 2 ആകുമ്പോൾ 3 ക്യാരക്ടേഴ്സ് തീരും. അതുകൊണ്ട് ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സബ്ജക്റ്റ് 0 to 3, അതായത് 0th പൊസിഷൻ തൊട്ട് 3 ക്യാരക്ടേഴ്സ് നമുക്ക് വേണം. നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഇതിടാൻ പോവാണ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, PYT എന്ന് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷനിലെ ക്യാരക്ടേഴ്സാണ്. 3 ക്യാരക്ടേഴ്സ് അത് തന്നു. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 0 to 3 എന്നാണ്. 3rd പൊസിഷൻ അത് പ്രിൻറ്റ് ചെയ്യത്തില്ല. സെക്കൻഡ് പൊസിഷൻ വരെ മാത്രമേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് 3 ക്യാരക്ടേഴ്സ് മതി. അത് എവിടെ ആയിരിക്കുന്നത്? 0, 1, 2. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ എൻഡ് വാല്യൂ ഒരു വാല്യൂ കൂട്ടി കൊടുക്കണം. നമുക്കിപ്പോൾ 4 ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ ഇവിടെ 5 കൊടുക്കണം. സ്റ്റാർട്ടിംഗ് പൊസിഷനും കൊടുക്കണം, എൻഡിങ് പൊസിഷനിൻ്റെ ഒരു വാല്യൂ കൂട്ടിയും കൊടുക്കണം. ഇപ്പം നമുക്ക് PYTH വേണമെങ്കിൽ 4 കൊടുക്കണം. അപ്പോൾ 0, 1, 2, 3 പൊസിഷൻസിലെ വാല്യൂസ് തരും. നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, PYTH. ഇനി നമുക്ക് ഇടയ്ക്കുന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് വേണം. സെക്കൻഡ് പൊസിഷൻ തൊട്ട് 4th പൊസിഷൻ വരെയുള്ള ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ എഴുതും. സെക്കൻഡ് പൊസിഷൻ തൊട്ട് 4th പൊസിഷൻ വരെയുള്ള ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ 2 കൊടുക്കും. 4th പൊസിഷൻ വരെയുള്ള ക്യാരക്ടേഴ്സ് വേണം, അതുകൊണ്ട് നമ്മൾ 5 കൊടുത്തു, ഒരു വാല്യൂ കൂട്ടിക്കൊടുത്തു. നമുക്കിതൊന്ന് റൺ ചെയ്യാം. THO ഔട്ട്പുട്ട് വന്നു. നമുക്ക് നോക്കാം. 0, 1, 2, 3, 4. കണ്ടോ, 2 to 4th പൊസിഷൻ വരെയുള്ള THO റിസൾട്ട് വന്നു. പക്ഷെ നമ്മൾ 4ന് പകരം 5 ആണ് കൊടുത്തത്, ഒരു വാല്യൂ കൂട്ടി കൊടുത്തു. ഇത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ എൻഡ് ഇൻഡെക്സ് കൊടുത്തില്ല, സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാത്രമേ കൊടുത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രമേ കൊടുത്തുള്ളൂ. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 2 ആണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ തൊട്ട് ഉള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വേണം, പക്ഷേ എൻഡ് പൊസിഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, സ്റ്റാർട്ടിംഗ് പൊസിഷൻ 2 തുടങ്ങി 0, 1, 2 T തൊട്ട് എൻഡ് ഫുള്ള് കിട്ടി. അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. ഇനി ഞാൻ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അല്ലെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കൊടുക്കുന്നില്ല, എൻഡിങ് ഇൻഡെക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. ഞാൻ ഈ 2 മാറ്റിയിട്ട് ഇവിടെ ഒരു 9 കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, പൈത്തൺ കോ വരെ വന്നു. അതായത് സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ കൊടുത്ത ഇൻഡെക്സിൻ്റെ ഒരു പൊസിഷൻ മുന്നേ വരെ വരും. സ്പേസും ഒരു എലമെൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ, 8 വരെ ഒരു പൊസിഷൻ മുന്നേ വരെ ഔട്ട്പുട്ട് കിട്ടും. അടുത്തതാണ് സ്ട്രിങ് കൺകാറ്റനേഷൻ. സ്ട്രിങ് കൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ 2 സ്ട്രിങ്സിനെ നമുക്ക് ജോയിൻ ചെയ്യുന്നതിനെയാണ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഞാൻ ഹലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് അസൈൻ ചെയ്യുവാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിലേക്ക് ഞാൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങും ഇനിഷ്യലൈസ് ചെയ്യുവാണ്.
കൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലസ് ഓപ്പറേറ്റർ വെച്ചാണ് രണ്ട് സ്ട്രിങ്ങിനെയും ജോയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പ്രിൻറ്റ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ ചിൽഡ്രൻ എന്ന് വന്നു. പക്ഷെ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണ്ടായോ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫസ്റ്റ് കഴിഞ്ഞിട്ട് പ്ലസ് കഴിഞ്ഞിട്ട് സിംഗിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് കൊടുത്തിട്ട് വീണ്ടും പ്ലസ് ഇടണം. ഫസ്റ്റ് കഴിഞ്ഞിട്ടൊരു പ്ലസ് ജോയിൻ ചെയ്യാനാണ് പ്ലസ് കൊടുക്കുന്നത്. പിന്നെ സിംഗിൾ കോട്ട്സ് അല്ലെ ഡബിൾ കോട്ട്സിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് പിന്നെയും പ്ലസ് കൊടുത്ത് സെക്കൻഡ് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് ചിൽഡ്രൻ. ഇതിനെയാണ് സ്ട്രിങ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര സ്ട്രിങ്സ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. 2 എണ്ണം മാത്രമല്ല, 3 or 4 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു വിധത്തിലും ഇത് ചെയ്യാം. തേർഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എന്നുള്ളത് അതിലോട്ട് അസൈൻ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, തേർഡിലാണ് കോൺകാറ്റനേറ്റ് ചെയ്ത 2 സ്ട്രിങ്സ് കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ തേർഡ് അങ്ങ് പ്രിന്റ് ചെയ്താലും മതി. കണ്ടില്ലേ, സെയിം റിസൾട്ട് തന്നെ വന്നു. ഹലോ ചിൽഡ്രൻ. നമ്മൾ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചില്ലേ? ലെൻ ഫങ്ഷൻ, ലെങ്ത് കണ്ടുപിടിക്കാൻ, പ്രിന്റ് ഫങ്ഷൻ, പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാം സ്ട്രിങ്സിന് മാത്രമല്ല, ഇത് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ്. പക്ഷേ നമുക്ക് സ്ട്രിങ്സിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിക്കാം. സബ്ജക്റ്റ് ഡോട്ട്. കണ്ടോ, ഇതെല്ലാം സ്ട്രിങ്സിനുള്ള ഫങ്ഷൻസാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇതിനെ ഫങ്ഷൻസ് എന്നല്ല പറയുന്നത്, മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. സ്ട്രിങ്സിൻ്റെ മെത്തേഡ്സ്. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. പൈത്തണിൽ എല്ലാം ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സിന് ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പേര് മെത്തേഡ്സ് എന്നാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അതിനെ നമുക്ക് ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് അതിൻ്റെ മെത്തേഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ കുറേ മെത്തേഡ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു അപ്പർ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കും. അപ്പം ഞാൻ സബ്ജക്റ്റ് ഡോട്ട് അപ്പർ എന്ന് കൊടുക്കുവാണ്. ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ടോ, പൈത്തൺ കോഡിംഗ് എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വന്നു. ഈ മെത്തേഡ് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ ഒറിജിനൽ സ്ട്രിങ് അതുപോലെ തന്നെ ഇരിക്കും, അപ്പർ കേസ് അല്ലായിരിക്കും. നമുക്കിപ്പോൾ ഒറിജിനൽ സ്ട്രിങ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യുവാണ്. കണ്ടോ, പൈത്തൺ കോഡിംഗ് എന്ന് തന്നെയാണ്. വേറെ ഒരു മെത്തേഡാണ് ടൈറ്റിൽ. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. ഇത് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാം, സ്മോൾ ലെറ്റർ ആക്കുക. എന്നിട്ട് ആ ടൈറ്റിൽ മെത്തേഡ് ഒന്ന് കോൾ ചെയ്യാൻ പോവാണ്, റൺ ചെയ്യാൻ പോവാണ്. നീ നോക്ക്, നമ്മുടെ സ്ട്രിങ് സ്മോൾ ലെറ്റേഴ്സ് ആണ്. പക്ഷേ ഔട്ട്പുട്ട് കണ്ടില്ലേ, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കി. അപ്പർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത പോലെ ലോവർ മെത്തേഡുമുണ്ട്. അതിപ്പം നമ്മൾ ഇൻപുട്ട് ഈ പൈത്തൺ കോഡിംഗ് എന്നുള്ളത് നമ്മൾ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്താൽ അത് സ്മോൾ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്ത മെത്തേഡാണ് സ്ട്രിപ്പ് മെത്തേഡ്. സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസേഴ്സ് അറിയാതെ എന്തെങ്കിലും വൈറ്റ് സ്പേസസ് കൊടുത്തിട്ടുണ്ട്, ബിഗിനിങ്ങിലോ എൻഡിലോ വല്ല വൈറ്റ് സ്പേസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് സ്പേസസ് റിമൂവ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഒന്ന് നോക്കാം. സബ്ജക്റ്റ് ഡോട്ട് സ്ട്രിപ്പ് എന്നാണ് ആ മെത്തേഡിൻ്റെ പേര്. ഞാൻ ഈ പൈത്തൺ കോഡിംഗ് എന്ന സ്ട്രിങ്ങിൻ്റെ തുടക്കത്തിൽ കുറച്ച് വൈറ്റ് സ്പേസ് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. കണ്ടോ, ആദ്യത്തെ ഔട്ട്പുട്ടുകളിലെല്ലാം ആ വൈറ്റ് സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ട്രിപ്പ് മെത്തേഡ് കോൾ ചെയ്തപ്പോൾ ആ വൈറ്റ് സ്പേസ് ഇല്ല. നമുക്കിപ്പോൾ സ്ട്രിപ്പ് എന്ന് കൊടുത്താൽ റൈറ്റിലുള്ള വൈറ്റ് സ്പേസ് റിമൂവ് ആകും. സ്ട്രിപ്പ് എന്ന് കൊടുത്താൽ ലെഫ്റ്റിലുള്ള സ്പേസസ് റിമൂവ് ആകും. ഇനി വേറൊരു മെത്തേഡാണ് ഫൈൻഡ്. ഇപ്പം നമുക്ക് സ്ട്രിങ്ങിലെ ഏതെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫൈൻഡ് മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ സബ്ജക്റ്റ് ഡോട്ട് ഫൈൻഡ് PYT എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. റൺ ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കിട്ടി. 0th പൊസിഷനിലാണ് ഈ P തുടങ്ങുന്നത്. അപ്പോൾ നമുക്കതിന് ഇൻഡെക്സ് വാല്യൂ കിട്ടി. പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കറക്റ്റ് കേസ് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ PYTക്ക് പകരം സ്മോൾ p ആക്കുവാന്ന് വെച്ചോ, എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. റൺ. കണ്ടോ, -1. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അത് -1 എന്ന ഔട്ട്പുട്ട് നമുക്ക് തന്നത്.
ഇനി മറ്റൊരു മെത്തേഡാണ് റീപ്ലേസ്. ഇപ്പം നമുക്ക് ഈ സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറെ വേറൊരു ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ റീപ്ലേസ് മെത്തേഡ് ഉപയോഗിക്കും. നമുക്കത് നോക്കാം. അതിനുവേണ്ടി ആദ്യം മാറ്റേണ്ട ക്യാരക്ടർ കൊടുക്കണം. ഇപ്പം ഞാൻ പി എന്ന ക്യാരക്ടർ മാറ്റാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു കോമ ഇട്ടിട്ട് ഇനി ഏത് ക്യാരക്ടർ വെച്ച് മാറ്റണം അത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എസ് എന്ന് കൊടുക്കുക. ഇനി ഞാനിതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സൈത്തൺ കോഡിംഗ് എന്ന് വന്നു. ഇങ്ങനെയാണ് റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും ഒറിജിനൽ സ്ട്രിങ് നമുക്ക് മാറത്തില്ല. ഒറിജിനൽ സ്ട്രിങ് അങ്ങനെ തന്നെ ഇരിക്കും. ഞാനൊന്ന് ഒറിജിനൽ സ്ട്രിങ് നോക്കാൻ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഒറിജിനൽ സ്ട്രിങ് പൈത്തൺ കോഡിംഗ് തന്നെ. ഇനി വരുന്നതാണ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. അത് ഞാൻ പൈത്തൺ ഐഡിയലി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ സ്ട്രിങ്ങിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ മെത്തേഡ്സൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ റീപ്ലേസ് മെത്തേഡും ടൈറ്റിൽ മെത്തേഡും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ ഒറിജിനൽ സ്ട്രിങ് മാറത്തില്ല. ഒരിക്കലും അത് ചേഞ്ച് ആവത്തില്ല. നമ്മൾ ആ മെത്തേഡ് വഴി അതിനോരോ ചേഞ്ചസ് വരുത്തിയെങ്കിലും നമ്മൾ ഒറിജിനൽ സ്ട്രിങ് പ്രിൻ്റ് ചെയ്ത് നോക്കിയപ്പം അതിന് ചേഞ്ച് വരത്തില്ല. ഒറിജിനൽ സ്ട്രിങ് എപ്പോഴും ഒറിജിനൽ സ്ട്രിങ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇപ്പം സബ്ജക്റ്റിൻ്റെ 0th പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. സബ്ജക്റ്റ് 0 = പിക്ക് പകരം ഞാനിപ്പം ടി എന്ന് എഴുതാൻ പോവാണ്. നമുക്ക് നോക്കാം റൺ ചെയ്യുമ്പോൾ എന്തോ പറ്റുമെന്ന്. കണ്ടോ, ടൈപ്പ് എറർസ്, str object does not support item assignment. അതിൻ്റെ അർത്ഥം നമ്മൾ വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പറയും സ്ട്രിങ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരിക്കൽ അതിനെ അസൈൻ ചെയ്താൽ ആ വാല്യൂ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.